പറയാനുള്ളത് എൻ്റെ കുട്ടിക്ക് വന്നൊരു ഗതികേടിന് ആർക്കും വരരുത്. ഇതുപോലെ കുത്തിവെപ്പ് എടുക്കാനും കഴിയണമെന്ന് ശ്രമിക്കുക, ആർക്കും വരാതിരിക്കട്ടെ. പിന്നെ ഏത് കുട്ടികൾക്കായാലും എന്ത് വന്നാലും എടുക്കുക. പിന്നെ പറയാനുള്ളത് എൻ്റെ ജ്യേഷ്ഠൻ്റെ അഞ്ചൻ്റെ പേരക്കുട്ടി ഈ സോക്കർ തുടങ്ങിയപ്പോൾ അതിന് ചെവിട്ടിനാണ് ആദ്യം തുടങ്ങിയത്. ചെവിട്ടിന് തുടങ്ങിയിട്ട് മിൻസിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. മെഡിക്കൽ കോളേജിൽ കൊണ്ട് ICUലാക്കി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുത്തിവെപ്പില്ലായിട്ടാണ്. അങ്ങനെ കുത്തിവെപ്പില്ലാതെ വന്നു പോയതാണ്. പിന്നെ ആ കുട്ടിക്ക് ഇങ്ങനെ തുടങ്ങുന്ന നേരത്ത് ഈ സോക്കർ തുടങ്ങുമ്പോൾ മരിക്കുന്ന നേരത്ത് മസിലൊക്കെ കിടന്നു പൊന്തി, എല്ലാ മസിലുകളും പിന്നെ പൊന്തി, കയ്യിൻ്റെ ഇതൊക്കെ മസിലൊക്കെ പൊന്തിയിട്ടാണ് വിഷമിച്ച് കാണ്ടാണ് കുട്ടി കരഞ്ഞു മരിച്ചത്. അപ്പോൾ ആര് രംഗം കാണുമ്പോൾ നമ്മൾ ആരും കൊണ്ടേ കുത്തിവെക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ വലിയ ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കുട്ടിയുടെ അവസ്ഥ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ കുട്ടിക്ക് പിന്നെ മോശമാണ് ഉമ്മ, അതുകൊണ്ട് നിങ്ങൾ കാര്യമൊന്നും വേണ്ട, കുട്ടീൻ്റെ ഒക്കെ നമുക്ക് മരുന്ന് കൊടുത്തിട്ട് പ്രതികരിക്കണില്ല, നിങ്ങൾ കുത്തിവെപ്പ് നടത്താത്തതിൻ്റെ കാരണമാണല്ലോ ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ ഉപ്പിയും കുട്ടിയുടെ ഉമ്മയൊക്കെ പുറത്ത് കുത്തിറക്കിയിരുന്നു. ഞാൻ അതിൻ്റെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചത് ഞാനാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും അനുഭവിച്ചത് ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ കുട്ടിയാണ് മരിച്ചതുണ്ട്. കുട്ടിയുടെ ഇപ്പാൻ്റെ ഉമ്മയാണ് ഈ സംസാരിക്കേണ്ടത്. ദയവ് ചെയ്ത് അള്ളാഹുവിനെ വിചാരിച്ച് ഏത് മതക്കാരായാലും ശരി റബ്ബിനെ വിചാരിച്ച് നിങ്ങൾ ഒരു പറഞ്ഞ് കേട്ട് നിങ്ങൾ കുത്തിവെച്ചോളി. അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഞാൻ പറയാണ്. എനിക്കിതിനാലും ഒരാപത്തും വരരുത്. ഞാൻ പറഞ്ഞു ഞങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ അസുഖം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മോൻ അതുവരെ ഒരു കുഴപ്പമില്ല. ഈ 2 വയസ്സ് 9 മാസമാണ് വരെ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഈ പിന്നെ സംസാരത്തിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കുട്ടിയോട് ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു ഞാൻ ENT ബാഗൻ ഡോക്ടർക്ക് എത്തിത്തരാം, അങ്ങോട്ട് പോയിക്കോളി. അങ്ങോട്ട് പോയി അവിടുന്ന് കാണിച്ചാൽ പോയി അന്ന് രാവിലെയാണ് കുട്ടിക്കൊരു കരച്ചിലും സംസാരിക്കാൻ കഴിയാത്തതും ഭക്ഷണം കഴിക്കാത്തൊക്കെ കണ്ട്. അവിടെ അടുത്തുള്ള വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ വേഗം മെഡിക്കലിൽ പോയിക്കോളി, അവിടുന്ന് അതിന് ചികിത്സ ഉള്ളൂ. അവിടെ ചെന്ന് ചികിത്സ 3-4 ഡോക്ടർമാർ നോക്കിക്കാണ്ട് കുത്തിവെപ്പിൻ്റെ കാര്യമാണ് അന്ന് ചോദിച്ചത്. അപ്പോഴും പറഞ്ഞു ഇല്ല, ഏത് കുത്തിവെപ്പ് എടുത്തിട്ടില്ല എന്ന്. ഇല്ല, BCG മാത്രം എടുത്തിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ടൈമിൽ വേറെ ഒന്നും കൊടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഞാൻ രക്തം ടെസ്റ്റ് ചെയ്യാൻ പറയാം, ആ ടെസ്റ്റ് കിട്ടിയിട്ട് വിവരം പറയാമെന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ശനിയാഴ്ച രാവിലെ ടെസ്റ്റ് കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെറ്റനസാണ്, കുത്തിവെപ്പ് എടുക്കാത്തതുകൊണ്ട് മരുന്ന് കൊടുത്തിട്ട് ഫലമില്ല, നമുക്ക് പ്രതികരിക്കൂല, നമുക്ക് പക്ഷെ ശ്രമിച്ച് നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഇതായ വാർഡിക്ക് പിന്നെ ICUലാക്കി. ICUന്ന് കൊടുത്തുകൊണ്ട് അപ്പോഴും ICUക്ക് എത്തിയില്ല. അപ്പോൾ കുട്ടിക്ക് ബോധം മറിഞ്ഞു തുടങ്ങി. കുട്ടിക്ക് പറ്റായി. അപ്പോൾ അവിടുന്ന് പോലെ എല്ലാവരും വന്ന് ഓക്സിജൻ കൊടുത്ത് അവിടുന്ന് ശരിയാണ് ഞാൻ കണ്ടേക്കിന് വെന്റിലേറ്റർ കിട്ടും. അന്ന് വൈകുന്നേരം കുട്ടി മരിച്ചു. അന്ന് തന്നെ മരിച്ചും ചെയ്തു ഒരു ദിവസം. അതുകൊണ്ട് കുത്തിവെപ്പ് എടുക്കാത്ത കാരണം കൊണ്ട് നമുക്ക് കുട്ടികളെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല, ആർക്കായാലും. വേദന തീരാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഫോട്ടോ പേപ്പറിൽ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ സങ്കടം തീർന്നിട്ടില്ല. എന്താ വെച്ചാൽ അത്രയും അവൻ്റെ ഇപ്പം അവനെ പോയി കൊണ്ടുപോയിക്കാണ്ട് ബുധനാഴ്ച വൈകുന്നേരം വരെ പോയി കൊണ്ട് കുളിപ്പിച്ച കുട്ടിയാണ്. ഏത് ഉമ്മമാരാണെങ്കിലും ഏത് ചെറിയ പ്രായക്കാർ പ്രസവിച്ചതാണെങ്കിലും കുട്ടികളെ കുത്തിവെപ്പ് നടത്തിക്കാളി. അതുകൊണ്ട് നമുക്കൊരു അസുഖം വരണ്ട, ആരും മടി കാണിച്ചാൽ ചെയ്തോളി. ഞങ്ങളനുഭവം പറയാണ്, നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോളി. ഞങ്ങളെ പെരയിൽ 4 മക്കളുണ്ട്. 4 മക്കൾക്കും ഒരു കുത്തിവെപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനു ശേഷം എല്ലാ മക്കൾക്കും, എൻ്റെ മോനും 9 വയസ്സായ കുട്ടീൻ്റെ അന്ന് മൂത്ത കുട്ടി, അതുവരെ ആ 4 മക്കൾക്കും അതിനുശേഷം എല്ലാ കുത്തിവെപ്പ് എടുത്തു. പിന്നെ അതിൻ്റെ താഴെയുള്ളപ്പോൾ ഒരു കുട്ടിയുണ്ട്, അതിനെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഇത്ര നേരം സംസാരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എല്ലാ അമ്മമാരോടും പ്രത്യേകം പറയണം, കുത്തിവെപ്പ് എടുക്കാതിരിക്കരുത്.